ഹലോ എവരിബഡി, ഞാൻ വീണ്ടും വന്നു. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുക്ക് ചെയ്യുന്നത് ഞാൻ അമ്മയാണ് ഗൈസ്. ഈ കായ നമ്മൾ കായ ബജിയാക്കുന്നു. അതാണ് ഇന്നത്തെ കുക്കിംഗ്. വളരെ ലളിതമായിട്ടുള്ള കുക്കിംഗ്. അതിലാദ്യമായിട്ടൊരു ചുമന്ന പാത്രം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ പാത്രം എടുക്കുക, കടലമാവ് ഇടുക. അതിനുശേഷം അമ്മ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, 150 ഗ്രാം എന്നൊക്കെ. അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. അതിനും ടീസ്പൂൺ എന്നൊക്കെ പറയണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കായ ഇട്ടു. ആവശ്യത്തിന് ഉപ്പെന്ന് എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കുക്കിംഗ് ആകുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമല്ലോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്ത് പണ്ട് ഏഷ്യാനെറ്റിലൊരു പരിപാടിയിലൊരു കുക്കറി ഷോ ചെയ്യുന്ന ചേച്ചി ഇങ്ങനെ പറയും. അതിനുശേഷം ഞാനും അമ്മ എപ്പോഴും പറയും ഇളക്കി കൊടുത്ത് ആയിട്ടത് സോഡാപ്പൊടിയാണ് കേട്ടോ. എന്നിട്ട് കായ വൃത്തിയാക്കുക, അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളയുക. ഇങ്ങനെ 4 കായ ചെത്തി വെച്ചു. അതിനുശേഷം അത് സ്ലൈസായിട്ട് ബജിക്ക് വേണ്ടിയിട്ടുള്ള സൈസിൽ ഇങ്ങനെ ചെത്തിയെടുക്കുക. എൻ്റെ ക്യാമറ ആംഗിളൊക്കെ കണ്ട് വെറൈറ്റി ആയിട്ടുള്ള പരീക്ഷണങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എല്ലാം. അതിനുശേഷം എണ്ണ ഒഴിക്കുന്നു, എണ്ണ തിളപ്പിക്കുന്നു. എണ്ണ തിളച്ചെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാവിട്ട് നോക്കുന്നത് ഒരു ടിപ്പാണ്, കുക്കിംഗ് ടിപ്പ്. എല്ലാവർക്കും അറിയായിരിക്കും, അറിഞ്ഞൂടാത്തവർക്കൊരു ടിപ്പ്. പിന്നെ ബജ്ജി ഓരോന്നോരോന്നായിട്ടിടുന്നു. അപ്പോഴും എൻ്റെ ക്യാമറ ആംഗിളുകൾ ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ട് പിടിച്ച് നോക്കുകയാണ്. അത് ശരിയാവില്ലെന്ന് കണ്ടപ്പോൾ മര്യാദയ്ക്ക് വെച്ചു. എൻ്റെ വീട്ടിലെ കായ ബജ്ജി ഇങ്ങനെ വാലും തലയൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് കമൻ്റ് ഇടുക. എന്നിട്ട് ഒരു വശം വെന്തപ്പോൾ അടുത്ത വശത്തേക്ക് നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിളയ്ക്കുന്ന ബജ്ജി ആദ്യത്തെ എടുത്തു, രണ്ടാമത്തെ തവണ ഇട്ടു. എനിക്കിങ്ങനെ അടുപ്പിൽ കിടക്കുമ്പോൾ തന്നെ തിന്നാൽ കൊള്ളാമെന്നുണ്ട്. അത് പറ്റാത്തതുകൊണ്ട് അടുപ്പിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ തിന്നും. ചൂടാണ്, നാക്കും വായൊക്കെ പൊള്ളുമായിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്തത്. അമ്മച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇങ്ങനെ നല്ല പെമ്പിള്ളേരെന്ന്. ഞാൻ തള്ളേന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വായിട്ട് ചവയ്ക്കാണ്. ചൂടാണെങ്കിൽ ഇങ്ങനെ വായിട്ട് ഊതാലോ. അപ്പോൾ കഴിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലുക്കില്ലെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. സത്യമായിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ചായ തിളയ്ക്കുന്നു, അവിടെ ബജ്ജി കറുമുറ ആവുന്നു. ഇവിടെ ചായ തിളയ്ക്കുന്നു, അവിടെ ബജിയാവുന്നു. ചായ തിളയ്ക്കുന്നു, ബജിയാവുന്നു. ചായ തിളയ്ക്കുന്നു, ബജിയാവുന്നു. ഞാൻ തിന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ചായ എടുത്തു, ബജ്ജി എടുത്തു, കുറച്ച് സോസൊക്കെ ഇട്ട് അമ്മച്ചിയുടെ ഏതോ ഒരു കണ്ണീർ സീരിയൽ കാണുന്നതെങ്ങാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.